ഈ മൊയ്സൂർ സർക്കാരിലെ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പത്രത്തിലൂടെ അറിഞ്ഞത്. ഇന്നലെ ടെലിവിഷനിൽ ലോകത്ത് ആദ്യമായിട്ടാണ് ഞാൻ സസ്പെൻഷൻ കേൾക്കുന്നത്. പുറത്താക്കലും രാജിവെക്കലും ഒക്കെ ഉണ്ട്. സസ്പെൻഷൻ എന്ന് പറയുന്നത് അത് തന്നെ മാൽദ്വീപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആത്മാർത്ഥതയില്ലാത്ത നടപടിയാണ്. നിങ്ങൾക്ക് ആ മന്ത്രിമാരോട് യോജിപ്പാണെങ്കിൽ അവരെ നിലനിർത്തുക, അത് യോജിപ്പില്ല എങ്കിൽ പുറത്താക്കുക. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യ ഇന്നിപ്പോൾ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ക്ലൗൺ പപ്പറ്റ് ഓഫ് ഇസ്രായേൽ എന്ന് പറയാനിടയായിട്ടുള്ള സാഹചര്യമൊക്കെ ആ രാജ്യത്തിൻ്റെ ഒരു ബാലിശമായ നിലപാടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു രാജ്യത്തെ ഭരണാധികാരിയെ, ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തം വഹിക്കുന്ന മന്ത്രിമാർ ക്ലൗൺ എന്നും പപ്പറ്റ് ഓഫ് ഇസ്രായേൽ എന്നൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് മാൽദ്വീപിനെ പോലെ ഇത്രയും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. മാൽദ്വീപ് സമീപകാലത്ത് അറിയപ്പെടുന്നത് IS തീവ്രവാദികളുടെ താവളം എന്നുള്ള നിലയിലാണ്. ആ നിലയിലുള്ള പെനിട്രേഷൻ പോലും അവിടെ ഉണ്ട് എന്നിരിക്കെ സ്വാഭാവികമായും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് റോയൊക്കെ അവിടെ വളരെ സജീവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്തിൻ്റെയൊക്കെ അനിവാര്യത അവിടെ വളരെ പ്രധാനപ്പെട്ടത്. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കുമെന്ന് മൊയ്സു വന്ന ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നു. നിരവധി കരാറുകൾ റദ്ദാക്കാൻ ഒരുങ്ങുകയാണ്. തുർക്കി UAE കഴിഞ്ഞതാ ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്നു. കീഴ്വഴക്കം ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ് എന്തായാലും മൊയ്സൂർ സർക്കാരിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് തുറന്നു പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് മാൽദ്വീപിനെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതല്ല നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മാൽദ്വീപിൻ്റെ അതേ സാധ്യതകൾ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിനും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. നേരത്തെ പൃഥ്വിരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് അവരുടെ ഭക്ഷണത്തിലും അവരുടെ ജീവിത രീതിയിലുമൊക്കെ ഇടപെട്ടതിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് സംഘപരിവാർ ഹാൻഡിലുകളൊക്കെ അതും ഇതും തമ്മിൽ ക്ലബ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മളൊക്കെ ടെലിവിഷൻ ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ നിലയിലല്ലാതെ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൻ്റെ വികസനത്തെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ നരേന്ദ്രമോദി നേരത്തെ തയ്യാറാകേണ്ടതായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അതിന് ഈയൊരു സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ നോക്കൂ, നമ്മുടെ ഈ സാർക്ക് രാജ്യങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ബംഗ്ലാദേശ് ആയിക്കൊള്ളട്ടെ, മ്യാൻമർ ആയിക്കൊള്ളട്ടെ, ഭൂട്ടാൻ ആയിക്കൊള്ളട്ടെ, മാൽദ്വീപ് ആയിക്കോട്ടെ, ഈ അഫ്ഗാനിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ഇതിനകത്തുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഇപ്പോൾ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, മാൽദ്വീപ് എല്ലാം തന്നെയും വ്യത്യസ്ത ഭരണാധികാരികൾ വരുമ്പോൾ വ്യത്യസ്ത നിലയിൽ ഇന്ത്യയോട് സമീപനം പുലർത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. ഉദാഹരണത്തിന് താലിബാനുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ വിരോധമാണ് അഫ്ഗാനിസ്ഥാൻ്റെ നയം എന്ന് പറയുന്നത്. അതേസമയം അവിടെ ജനകീയ സർക്കാർ ഉണ്ടാകുമ്പോൾ ഇന്ത്യ അവരുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപക്ഷെ എക്സൈൽ ഗവൺമെൻറ് പോലും പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് ഹസീന എക്സൈലായി നിന്നിട്ടുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് മാൽദ്വീപിൻ്റെ കാര്യത്തിൽ. അവിടെ നിന്ന് ഒരു ഭരണാധികാരി മറ്റൊരു ഭരണാധികാരിയെ കൂവിലൂടെ ഔസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇന്ത്യയിലാണ് വന്ന് നിലകൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള അതിൻ്റെക്കാളും അപ്പുറത്തേക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു 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 നിഗമനത്തിൽ ഇന്ത്യ സർക്കാർ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ചൈനയെ വളയുക എന്നുള്ള തന്ത്രം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ചൈനയുടെ ലോകം മുഴുവൻ കീഴടക്കാനുള്ളൊരു ബെൽറ്റ് റോഡ് പദ്ധതി ഉണ്ടല്ലോ, അതിന് ഉപോത്ബലകമാകുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ അതിന് പ്രതിരോധം എന്ന വിധത്തിൽ ഇന്ത്യ സർക്കാരും കൃത്യമായ രീതിയിൽ അമേരിക്കയുമായി, ഓസ്ട്രേലിയയുമായി, അതുപോലെ തന്നെ ജപ്പാനുമായി ഒരു ആക്സസ് ഉണ്ടാക്കുന്നത് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളതാണ്. സമാനമായ രീതിയിൽ ബദൽ ചൈനയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈന അതിൻ്റെ വ്യോമതാവളങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ചൈന അതിൻ്റെ സാമ്പത്തിക ശേഷി ഇന്ത്യക്ക് ചുറ്റും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചൈന അതിൻ്റെ സൈനിക താവളങ്ങൾ ഒരുക്കുന്നതിലും ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ ക്രൈസിസ് എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. Meet the editors.